നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ്സിൽ പുതിയ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. പുതിയ പാഠം, മൂന്നാമത്തെ പാഠത്തെക്കുറിച്ച്. അതിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. പാഠത്തിൻ്റെ പേര് പൊതുഭരണം എന്നുള്ളതാണ്. പൊതുഭരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അല്ലേ. ആ ജനാധിപത്യ രാഷ്ട്രത്തിലൊക്കെ ഒരു പൊതുഭരണമാണ്, രാജ്യഭരണമല്ല അല്ലേ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾ ഭരിക്കുന്ന ഒരു ജനാധിപത്യപരമായ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളമൊക്കെ അല്ലേ. ആ കേരളത്തിലേക്ക് നമുക്കറിയാം ധാരാളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള പൊതുഭരണത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. കുറച്ച് രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളെ കുറിച്ചിട്ട്, പൊതുഭരണത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കാണാം, ഒരു വിവരാവകാശം കൊടുത്താണ്. വിവരാവകാശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. വിവരാവകാശം എന്ന് പറഞ്ഞാൽ ഒരു നിയമമാണ്. നമുക്ക് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഓരോ പൗരനും ആ നാട്ടിലെ അല്ലെങ്കിൽ അവനെപ്പറ്റി, അവനെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചിട്ടും അറിയാനുള്ള ഒരു നിയമം, നമുക്ക് എന്തിനെക്കുറിച്ചും അറിയാനുള്ള ഒരു നിയമമുണ്ട്. അതിന് ബന്ധപ്പെട്ട ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിലേക്ക് നമ്മളൊരു ലെറ്റർ കൊടുത്താൽ, ഒരു വിവരാവകാശ നിയമം നമ്മൾ വിവരാവകാശം ചോദിച്ചുകൊണ്ട് ഒരു എഴുത്ത് കൊടുത്താൽ ഇത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു ഉത്തരം നമുക്ക് അറിയേണ്ടത് എന്താണോ അത് നമുക്ക് എത്തിച്ചു തരണം എന്നുള്ളതാണ് വിവരാവകാശ നിയമം. അങ്ങനെ നമുക്ക് അറിയേണ്ട കാര്യം പറഞ്ഞു തന്നില്ല എങ്കിൽ ആ പറഞ്ഞു തരാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾക്ക് വരെ എന്തുണ്ട്, നമ്മൾക്ക് അവകാശമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിവരാവകാശ നിയമമാണ്. അതൊരു സ്കൂളിൽ ഒരു ലൈബ്രറി, ആ ലൈബ്രറിയിൽ എത്ര ബുക്കുകളുണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു വിവരാവകാശ നിയമമാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സ്കൂളിൽ ലൈബ്രറി നിർബന്ധമായിട്ടും ഉണ്ടാവണം. ആ ലൈബ്രറിയിൽ തന്നെ പുസ്തകങ്ങൾ വേണം. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ലൈബ്രറി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത്തരത്തിൽ സ്കൂളുകൾ പോലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളും അവ നിർവഹിക്കുന്ന ചുമതലകളുമാണ് താഴെ ഒരു പട്ടികയിൽ നമുക്ക് തന്നിട്ടുള്ളത്. താഴെ ഒരു പട്ടികയുണ്ട്, സ്ഥാപനങ്ങൾ, ചുമതലകൾ എന്ന് പറഞ്ഞിട്ട്. അതിലെന്താണ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും എന്താണെന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്ഥാപനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് അല്ലേ. ഒന്നാമത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. എന്തായിരിക്കും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ചുമതല? ചികിത്സാ സൗകര്യം ഒരുക്കുക. ഏതൊരു വ്യക്തിക്കും, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഏതൊരു വ്യക്തിക്കും ചികിത്സ ഒരുക്കി കൊടുക്കുക. അവന് വേണ്ട ചികിത്സ, അവൻ്റെ അസുഖത്തിന് വേണ്ട ചികിത്സ, മരുന്ന് ഇവ ഒരുക്കി കൊടുക്കലാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ചുമതലകൾ. നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് അല്ലേ. ഓരോ പഞ്ചായത്തിലും ഉണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. രണ്ടാമത്തെ സ്ഥാപനമാണ് കൃഷിഭവൻ. എന്താണ് കൃഷിഭവൻ്റെ ചുമതല? കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഒരു കൃഷിഭവൻ ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ സ്ഥാപനമാണ് ഗവൺമെൻറ് സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. നമുക്കൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണല്ലേ. അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോകാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥാപനം. അനേക സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കൃഷിഭവൻ പോലെയുള്ള അനേകം സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പോലീസ് സ്റ്റേഷനും. ആ പോലീസ് സ്റ്റേഷൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ക്രമസമാധാനം പാലിക്കുന്നു എന്നുള്ളതാണ്. നാട്ടിൽ ക്രമസമാധാനം, അക്രമം, കൊല, മോഷണം ഇവയൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിലെ ഓരോ നാടുകളിലും ക്രമസമാധാനം പാലിക്കുക എന്നുള്ള ചുമതലയാണ് പോലീസ് സ്റ്റേഷന്. ഇനി വേറൊരു സ്ഥാപനം നമുക്ക് പറയാം, സ്കൂളുകൾ പറയാം. എന്താ? വിദ്യാഭ്യാസം നൽകുക അല്ലേ. പിന്നെയോ വേറെ എന്തൊക്കെയുണ്ട്? താലൂക്ക് ഓഫീസ് അല്ലേ. അങ്ങനെ ഓരോ സംഭവങ്ങൾ, പഞ്ചായത്തുകൾ, ഇതൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഇവിടെയൊക്കെ ഓരോ ചുമതലകളും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഓരോ സ്ഥാപനവും വ്യത്യസ്തമായ ചുമതലകളാണ് നിർവഹിക്കുന്നതെന്ന് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ചികിത്സാപരമായ സേവനങ്ങൾ നൽകുന്നു അല്ലെങ്കിൽ ചുമതല നൽകുന്നു. അപ്പോൾ കൃഷിഭവനാണെങ്കിലോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഓരോ സ്ഥാപനവും വ്യത്യസ്തമായ ചുമതലകളാണ് നിർവഹിക്കുന്നതെന്ന് നമുക്ക് ഈ പട്ടിക നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് ഈ സ്ഥാപനങ്ങളുടെ ചുമതല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയണം എന്ത്? ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ചുമതല. ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് പൊതുമേഖല അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ചുമതല. ഇത്രയാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒന്നുമില്ല, എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവയുടെ ചുമതലകൾ എന്താണ്, നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ ചുമതല എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് പൊതുഭരണമാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം. നമ്മുടെ പാഠത്തിൻ്റെ പേരും പൊതുഭരണം എന്നുള്ളതാണ്. ഓക്കെ, അവിടെ തുടക്കത്തിൽ തന്നെ ഒരു എൻ ഗ്ലാഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാശ്ചാത്യ ചിന്തകൻ, എൻ ഗ്ലാഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാശ്ചാത്യ ചിന്തകൻ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിങ്സ് ഉണ്ട്. എന്ത്? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നു. അപ്പോൾ പൊതുഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് ഭരണം എന്നുള്ള ഒരു വാക്ക് അവിടെ ആര് തന്നിട്ടുണ്ട്? എൻ ഗ്ലാഡൻ, ഒരു പാശ്ചാത്യ ചിന്തകനായ ഗ്ലാഡൻ്റെ നിർവചനമാണത്. അപ്പോൾ ഇതിൽ നിന്നും പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല ഗവൺമെൻറ് ഭരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണം എന്നാണ് ആര് പറഞ്ഞത്? എൻ ഗ്ലാഡൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്? പൊതുഭരണം എന്നാൽ പ്രധാനമായിട്ടും ഗവൺമെൻറ് അല്ലേ, പ്രധാന മേഖല ഗവൺമെൻറ് ഭരണമാണ് നമുക്ക് മനസ്സിലാക്കാം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പൊതുഭരണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പൊതുഭരണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും, ഏതൊരു രാജ്യത്തും നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും, ഓരോ രാജ്യത്തും ഓരോ ഗവൺമെൻറ് ഉണ്ടാവും അല്ലേ, ആ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. ഓരോ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുക. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ, ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികൾ, ഇവ നടപ്പിലാക്കുന്നതിന് നടപ്പിലാക്കാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ മനുഷ്യവിഭവം. എന്താ മനുഷ്യവിഭവം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ആശുപത്രി ഉണ്ടാക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു വിചാരിക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ട സ്ഥലം കണ്ടെത്തണം. അതാണ് എന്ത്? ആശുപത്രി ഉണ്ടാക്കുക എന്നുള്ളതാണ് നയപരിപാടി. പുതിയൊരു പരിപാടി തുടങ്ങുക, അത് നയപരിപാടി, ആശുപത്രി ഉണ്ടാക്കുക എന്നുള്ളത്. ആ ആശുപത്രിയുടെ വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ ആ ആശുപത്രിക്ക് വേണ്ട സ്ഥലം കണ്ടെത്തണം, അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മനുഷ്യവിഭവം എന്ന് പറഞ്ഞാൽ ആശുപത്രി വെറുതെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ആവശ്യമായ തൊഴിലാളികളൊക്കെ വേണ്ടേ, അതാണ് മനുഷ്യവിഭവം. അങ്ങനെ ഇവയൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എല്ലാം, എന്തൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ടോ, ഗവൺമെൻറ് സ്കൂള്, ഗവൺമെൻറ് ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെ തുടങ്ങി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എന്തൊക്കെയുണ്ടോ അവയൊക്കെ എന്താണ്? ഈ പൊതുഭരണത്തിൻ്റെ അല്ലെങ്കിൽ പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അവയൊക്കെ ഈ പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇവയ്ക്ക് എന്തിനാണ്? ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി, ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയേ ആണ് എന്ത്? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമമായിരിക്കണം എന്ത്? അതിൻ്റെ എയിം. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയായിരിക്കണം ഈ പൊതുഭരണങ്ങളുടെയൊക്കെ എന്ത്? പ്രവർത്തനങ്ങൾ. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. ഏതൊരു ഗവൺമെൻറ്റുകൾക്കും നിലനിൽക്കുന്നതിനും അവ പ്രവർത്തിക്കുന്നതും അവ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും എന്ത് വേണം? ഒരു ഭരണ സംവിധാനം ആവശ്യമാണ് അല്ലേ? അല്ല തോന്നിയ പോലെ പ്രവർത്തിക്കാൻ പറ്റൂല. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽക്ക് തന്നെ എന്തുണ്ട്? ഈ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിച്ചിട്ടുണ്ട്. ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. ഭരണരീതിക്കനുസരിച്ചിട്ട് ഈ പൊതുഭരണ രീതിയിലും വ്യത്യാസം കാണാം. രാജഭരണകാലത്ത് രാജാവിൻ്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. രാജഭരണമായിരുന്നു ആദ്യമൊക്കെ അല്ലേ, പിന്നീടാണ് നമ്മളെ
ജനാധിപത്യ ഭരണം വന്നത്. ആദ്യകാലത്ത് ആ രാജഭരണകാലത്ത് അന്ന് പൊതുഭരണം ഉണ്ടായിരുന്നു. എങ്ങനെ? രാജാവിൻ്റെ താല്പര്യങ്ങളായിരുന്നു അന്ന് പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രധാനം. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രധാനം. പണ്ട് രാജഭരണമായിരുന്നു, അന്ന് രാജാവിൻ്റെ താല്പര്യമായിരുന്നു നടന്നിരുന്നത്. അതായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. ഇന്ന് ജനാധിപത്യ ഭരണമാണ്, അപ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങളാണ് പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് ഈ പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് ഈ പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. ഇനി എന്താണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ പാഠഭാഗത്ത് എന്ത് തന്നിട്ടുണ്ട്? ചില ന്യൂസ്, ചില വാർത്തകൾ തന്നിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ, അതേപോലെ പെൺകുട്ടികൾക്ക് പാഠപുസ്തകം സൗജന്യം, പിന്നെ പാവപ്പെട്ട എല്ലാവർക്കും പാർപ്പിടം, ഇങ്ങനെയുള്ള വാർത്തകൾ, ചെറിയ ചെറിയ തലക്കെട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനായിരിക്കാം ഇങ്ങനെ വാർത്തകളൊക്കെ തരുന്നത്? ആ വാർത്താ തലക്കെട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഒന്നുമല്ല, ഈ വാർത്താ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചില സേവനങ്ങളാണ് ഈ വാർത്തകളിലൊക്കെ പ്രതിപാദിച്ചുള്ളൂ. അപ്പോൾ പെൺകുട്ടികൾക്ക് പാഠപുസ്തകം, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പാഠപുസ്തകം, അത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന സേവനമാണ്. പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് പാർപ്പിടം, അതും എന്താണ്? ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സേവനമാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വാർത്തകളും എന്താണ്? റേഷൻ, പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ, അതെന്താണ്? ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളാണ്. അപ്പോൾ ഇതാണ് ഈ വാർത്താ തലക്കെട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചില സേവനങ്ങൾ, അത്രയേ ഉള്ളൂ. ഇനി ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുഭരണത്തിൻ്റെ എന്താ പറയുക, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. രണ്ട്, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. പദസൂര്യൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ചിത്രമുണ്ട്, ടെക്സ്റ്റിലുണ്ട്. ഒരു പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പദസൂര്യം. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഗവൺമെൻറ് പുതിയ പുതിയ നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ജനങ്ങളുടെ ക്ഷേമം നിലനിർത്താനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? നയങ്ങൾ രൂപപ്പെടുത്തുന്നു. രണ്ടാമത്തെയാണ് ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു. മൂന്ന്, ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. നാല്, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇതാണ് ശരിക്കും ഒരു പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം. നാല് കാര്യങ്ങളാണ് ആ പദസൂര്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. രണ്ട്, ജനക്ഷേമം ഉറപ്പാക്കുന്നു. മൂന്ന്, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. നാല്, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇത്രയാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം. പൊതുഭരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നാല് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞത്, അത് ഓർത്തു വെക്കുക. ഇനി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം നിങ്ങൾ ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. ഗാന്ധിജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കാണിത്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ്, നിങ്ങൾ നിങ്ങളുടെ ഈ രാജ്യത്തെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട ഒരു പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരാളുടെ മുഖം നിങ്ങൾ ഓർക്കുക. എന്നിട്ട് പറയാം, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തോ ഒരു കാര്യം നടപ്പിലാക്കാൻ പോവാണല്ലേ, ആ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് ഈ പാവപ്പെട്ടവന് അത് എന്തെങ്കിലും ഉപകാരമുണ്ടോ, എന്തെങ്കിലും സഹായമാകുമോ എന്ന് സ്വയം ചോദിക്കുക. ഇതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യം. എന്താണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നൽകുന്ന സന്ദേശം? നിങ്ങൾ എന്തെങ്കിലും കാര്യം നടപ്പിലാക്കുന്നതിന് മുൻപ് പാവപ്പെട്ട ഒരാളെ, നിങ്ങൾ കണ്ട ഒരു പാവപ്പെട്ട ഒരാളെ മുഖം നിങ്ങൾ ഓർക്കുക. നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന ആ കാര്യം കൊണ്ട് ആ പാവപ്പെട്ട ആൾക്ക് എന്ത് സഹായമാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞു അല്ലെ. എന്താണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നൽകുന്ന സന്ദേശം? ഭരണത്തിന്റെ ഗുണം ആർക്കൊക്കെ ലഭിക്കണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്?
എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. ഒന്നോ രണ്ടോ ആളുകളുടെയോ ഒന്നോ രണ്ടോ സമൂഹത്തിന്റെയോ കാര്യമല്ല ഗാന്ധിജി ആഗ്രഹിച്ചത്. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് ഈ പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, എല്ലാ ആളുകളുടെയും താല്പര്യം സംരക്ഷിക്കണം. അതാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അങ്ങനെ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുക എന്നാ പറഞ്ഞത്. എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ. എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ പരിഗണനയും കുറച്ച് കൂടുതൽ പരിരക്ഷയും നൽകേണ്ട സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗാന്ധി നേരത്തെ അങ്ങനെ പറഞ്ഞെങ്കിലും പൊതു താല്പര്യം എല്ലാവരുടെയും താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത് എന്ന് ഗാന്ധിജി പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്ത്, കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ. ആരൊക്കെയാണ് ഈ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവര്? സ്ത്രീകള്, കുട്ടികള്, വികലാംഗര്, അനാഥര് ഇല്ലേ, ഇങ്ങനെയൊക്കെ കൂടുതൽ എന്താ പറയുക കെയർ, പരിരക്ഷ, പരിഗണനയും പരിരക്ഷയും ഒക്കെ ആവശ്യമുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ എന്ത് വേണം, പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഓർത്തുവെക്കുക, ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിന്റെ പരിണിത ഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. ഗാന്ധിജിയുടെ ഈ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നുമാണ് എന്തുണ്ടായത്, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അതനുസരിച്ച് രൂപം കൊണ്ട തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും വന്ന ചില പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇത്രയാണ് ഈ പൊതുഭരണത്തെ കുറിച്ചിട്ട് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ഗാന്ധിജി പറഞ്ഞ ആ ഒരു വാക്ക് നിങ്ങൾ ആലോചിക്കുക, പിന്നെ ഗ്രാമസ്വരാജ് ഒന്ന് ആലോചിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ ഭരണകൂടത്തെ കുറിച്ചിട്ടാണ്, ബ്യൂറോക്രസിയെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമുക്ക് താഴെ ചില വാർത്തകളിൽ കാണാൻ പറ്റുന്നത്. ജനങ്ങളുടെ ക്ഷേമങ്ങൾ ലക്ഷ്യമിട്ട് ഗവൺമെന്റുകൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ. ഒന്ന്, സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു എന്നൊരു വാർത്ത കാണാൻ പറ്റും. രണ്ട്, നെൽകൃഷി വ്യാപിപ്പിക്കാൻ സർക്കാർ സഹായം എന്ന് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ എന്താണ്, ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതാണ് ഈ വാർത്തകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു പൊതുഭരണം, അതിന് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഗവൺമെന്റിനെ എന്ത് വേണം, സഹായിക്കാൻ ചില ആളുകൾ വേണം, വേണ്ടേ? ഭരണം നടത്തുന്നതിന് വേണ്ടി ചില ആളുകൾ വേണം. അത്തരത്തില് ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴെ തട്ട് മുതൽ ഏറ്റവും ഉയർന്ന തട്ട് വരെ, അതാണ് പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട് ഈ ഭരണകൂടം. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. ഇത്തരത്തില് പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന പൊതുഭരണ സംവിധാനത്തിന് ആ സ്ഥാപനങ്ങളുടെ ദൈനംദിന ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ്. എന്ന് പറഞ്ഞാൽ പൊതുഭരണം അതിന്റെ ഭരണത്തില് അതിനെ സഹായിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ്. പൊതുഭരണം നടത്തുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഈ ഉദ്യോഗസ്ഥരിലൂടെയാണ്. അപ്പൊ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു സമൂഹം, അവരാണ് പൊതുഭരണത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. അവരാണ് എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് ചുരുക്കം.
ഈ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം? രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഏതൊരു രാഷ്ട്രവും ആ രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും ആ രാജ്യത്തിൽ ലഭ്യമായിട്ടുള്ള അവരുടെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും മനുഷ്യരുടെ ശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരു രാഷ്ട്രം പുരോഗമിക്കുന്നത്. നേരെ മറിച്ച് ഒരു രാഷ്ട്രം അതിന്റെ യാതൊരു ഭൗതിക വിഭവങ്ങളും എടുക്കുന്നില്ല, അവിടുത്തെ മനുഷ്യന്മാരൊക്കെ മടിയന്മാരാണ്, ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ആ രാഷ്ട്രം എവിടെയും എത്തുകയില്ല. മറിച്ച് രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഒരു പ്ലാനും ഇല്ലാതെ ഏതൊരു കാര്യം ചെയ്താലും അതെന്താവും, നശിക്കും അല്ലെ. നേരെ മറിച്ച് വളരെ ശാസ്ത്രീയപരമായിട്ട് അവ വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ പ്ലാനുകൾ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പൊ ഭരണകൂടത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കറക്റ്റ് ഒരു സാധനം ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവും, ഒരു നയപരിപാടി ഉണ്ടാവും, ഗവൺമെന്റ് അങ്ങനെ തീരുമാനിക്കുള്ളൂ. എന്നിട്ട് അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക ചെയ്യുക. അവരാണ് അത് എന്തൊക്കെ പ്ലാനിൽ ഉണ്ടാക്കിയിട്ട് ശാസ്ത്രീയപരമായിട്ട് അതിന്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക അവർ നടപ്പിലാക്കുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പൊതുവായ ചില സവിശേഷതകളുണ്ട്. ഇനി പറയാൻ പോകുന്നത് ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ചില സവിശേഷതകളാണ്. അത് നിർബന്ധമായിട്ടും പഠിക്കണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കല്ലൊക്കെ വരച്ചിട്ട് തന്നിട്ടുണ്ട്. എന്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ ചില സവിശേഷതകൾ അവ നോക്കാം. പ്രധാനമായിട്ടും 5 സവിശേഷതകളാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. കള്ളി വരച്ച് തന്നിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്നാമത്തെ സവിശേഷതയാണ് ശ്രേണിപരമായ സംഘാടനം. ശ്രേണിപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു രീതി. ഏറ്റവും മേലെ ഒരു ഉദ്യോഗസ്ഥ, നമുക്ക് പോലീസ് എന്ന് വിചാരിക്കാം. പോലീസ് എടുക്കുമ്പോൾ ഏറ്റവും ഉയർന്നത് ഒരു DGP-യോ SP-യോ കമ്മീഷണറോ ഒക്കെ ഉണ്ടാവും അല്ലെ, ഒരാളെ ഉണ്ടാവുള്ളൂ. അതിന് താഴെയോ ഒരുപാട് CI-മാര്, DYSP-മാര്, SI-മാര്, കോൺസ്റ്റബിൾമാര്, അങ്ങനെ ഒരുപാട് പോലീസുകാരുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തില് ഇപ്പൊ നമ്മൾ സ്കൂളിലാണെങ്കിൽ ഏറ്റവും ഉയർന്നത് ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും അല്ലെ. പ്രിൻസിപ്പലിന് താഴെ ഒരു ഹെഡ് മാസ്റ്ററോ ടീച്ചറോ ഉണ്ടാവും. അവിടെ താഴെയോ ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ. ഇതാണ് ശ്രേണീപരമായ സംഘാടനം. ഏറ്റവും ഉയർന്ന തലത്തില് ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു രീതി. ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ശ്രേണീപരമായ സംഘാടനമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ സവിശേഷത. ഇനി രണ്ടാമത്തെയാണ് സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കുകയാണെങ്കിൽ ആ നിയമിക്കപ്പെടുന്നവർക്ക് ഒരു നിശ്ചിത പ്രായം വരെ 55 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെ അല്ലെങ്കിൽ 58 വയസ്സ് വരെയൊക്കെ ഒരു നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അതാണ് സ്ഥിരത. നേരെ മറിച്ച് ഒരു ഭരണകൂടം വരും, അപ്പൊ കുറച്ചാളുകൾ ആ ഭരണകൂടം തോറ്റി അടുത്ത ഭരണകൂടം വരുമ്പോൾ വേറെ ഉദ്യോഗസ്ഥർ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഓരോ ഗവൺമെന്റിന്റെയും നയപരിപാടികൾ നടക്കുകയില്ല. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ സ്ഥിരപ്പെടുത്തുന്നത്. അതാണ് രണ്ടാമത്തെ സവിശേഷത. ഇനി മൂന്നാമത്തെയാണ് യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യാം? അവരുടെ യോഗ്യത അടിസ്ഥാനമാക്കി നിയമിക്കാം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ സവിശേഷത. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. ഒന്നും അറിയാത്ത ആളുകളെ കുറിച്ച് ഉദ്യോഗസ്ഥരാക്കോ? ഇല്ല, ഒരു കാര്യം നടക്കൂല അല്ലെ. അതുകൊണ്ടാണ് ഓരോ പോലീസ് ആണെങ്കിൽ അതിനൊരു വിദ്യാഭ്യാസ യോഗ്യത വേണം, ടീച്ചർമാരാവാൻ ഒരു വിദ്യാഭ്യാസ യോഗ്യത വേണം, ആരോഗ്യ രംഗത്താണ് അതിനൊരു വിദ്യാഭ്യാസ യോഗ്യത വേണം. അപ്പൊ ഏത് മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മൂന്നാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി നാലാമത്തെ സവിശേഷത രാഷ്ട്രീയ നിഷ്പക്ഷത. രാഷ്ട്രീയ നിഷ്പക്ഷത എന്ന് പറഞ്ഞാല് ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും, ഇടതു വന്നാലും വലതു വന്നാലും,
നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഓരോ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയം ഉണ്ടാവും അല്ലെ, വ്യക്തിപരമായ രാഷ്ട്രീയം ഏതൊരു ഉദ്യോഗസ്ഥരും ഉണ്ടാവും. പക്ഷെ അത് അവരുടെ ജോലിയിൽ കാണിക്കരുത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഈ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. അല്ലാതെ ഇപ്പൊ ഇടത് ചിന്താഗതിയുള്ള ഒരാൾ വലത് ഭരണം വന്നാൽ അത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ല, ഞാൻ ചെയ്യൂല എന്നും, നേരെ തിരിച്ച് വലത് രാഷ്ട്രീയമുള്ള ഒരാൾ ഇടത് ഭരണം വന്നാൽ അത് ഇടതിന്റെ തീരുമാനമാണ്, ഞങ്ങൾ ചെയ്യൂല, അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കരുത്. അങ്ങനെയുള്ള ആളുകൾ ഉദ്യോഗസ്ഥരാവണ്ട. ഈ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിഷ്പക്ഷരായിരിക്കണം. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥര് ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. രാഷ്ട്രീയം നോക്കാതെ നിഷ്പക്ഷമായി ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽപ്പെട്ട 4ാമത്തെ കാര്യം, രാഷ്ട്രീയ നിഷ്പക്ഷത. ഇനി ഏറ്റവും അവസാനത്തെ 5ാമത്തെ സവിശേഷതയാണ് വൈദഗ്ധ്യം. വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ കഴിവ്, പ്രൊഫഷണലിസം. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും അവർ നിർവഹിക്കേണ്ട തൊഴിലിൽ വൈദഗ്ധ്യം, പ്രൊഫഷണലിസം ഉള്ളവരായിരിക്കും. ഇതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. 5 പറഞ്ഞത്. 1 ശ്രേണിപരമായ സംഘാടനം, 2 സ്ഥിരത, 3 യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, 4 രാഷ്ട്രീയ നിഷ്പക്ഷത, 5 വൈദഗ്ധ്യം. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ടാണ് ഏതൊരു രാജ്യത്തും പൊതുഭരണം ഇത്ര സുഗമവും കാര്യക്ഷമവുമായിട്ട് നടപ്പിലാക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഈ സവിശേഷതകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല, ഏതൊരു ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഈ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഈ ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ കുറിച്ചാണ് പറയുന്നത്. ഗവൺമെന്റ് ഓഫീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓരോ പത്രത്തിലെ ഓരോ ആഴ്ചയിൽ തൊഴിൽ വാർത്ത പോലെയുള്ള ഓരോ പത്രത്തിന്റെ കൂടെ കിട്ടുന്ന സംഭവങ്ങൾ എന്തുണ്ട്? ഈ ഗവൺമെന്റ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടിയിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ തസ്തികയിലേക്ക് ഇപ്പൊ വില്ലേജ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിലേക്ക് തസ്തികരിച്ചു, LD ക്ലർക്ക്, UD ക്ലർക്ക്, ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിലൊന്ന് ചോദിച്ചാൽ മതി, അവർക്ക് പറഞ്ഞു തരും. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രാരംഭ നടപടിയാണ്. ആദ്യത്തെ ഘട്ടമാണ് എന്ത്? ഗവൺമെന്റ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടിയുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം എന്നുള്ളത് 1ാമത്തെ പ്രാരംഭ നടപടിയാണ്. തുടർന്ന് മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെന്റ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ആദ്യം എന്ത് ചെയ്യും? ഏതൊക്കെ വകുപ്പുകളിൽ എന്തൊക്കെ ഒഴിവുകളുണ്ടെന്ന് ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പഠിച്ച് അവരൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഇന്ന വകുപ്പിലേക്ക് ഇത്ര ഒഴിവുണ്ട് എന്ന് പുറപ്പെടുവിക്കും. പിന്നീട് അതിലേക്ക് അപേക്ഷ ക്ഷണിക്കും. നമ്മൾ അതിന് താല്പര്യമുള്ള, അതിന് ക്വാളിഫൈഡ് ആയ ആളുകൾ ആ അപേക്ഷ സമർപ്പിക്കും. പിന്നീട് മത്സര പരീക്ഷ നടത്തും, അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തും. എന്നിട്ട് ഏറ്റവും യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെന്റ് ഓഫീസുകളിൽ നിയമിക്കും. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഓരോ ഗവൺമെന്റ് ഓഫീസുകളിലും പോകുമ്പോൾ കാണാറുള്ള ഉദ്യോഗസ്ഥര്. ഇത്തരത്തില് നിയമിക്കപ്പെടുന്നവരെയെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അങ്ങനെ മത്സര പരീക്ഷയോ ഇന്റർവ്യൂ ഒക്കെ നടത്തി യോഗ്യതയ്ക്ക് അടിസ്ഥാനമാക്കി നിയമിക്കുന്ന ഓരോരുത്തരും എന്താണ്? ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലായാലും പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും, അതുപോലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരുണ്ട്, അവരൊക്കെയും എന്താണ്? ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ ഈ വർഗീകരണം, അവരെ ഒരു ഡിവൈഡ് ചെയ്ത കാര്യമുണ്ട്, അത് സൂചിപ്പിക്കുന്ന ഒരു ചാർട്ടാണ് ഇനി പറയാനുള്ളത്. അതൊന്ന് നോക്കുക നിങ്ങൾ. ഇന്ത്യൻ സിവിൽ സർവീസ് പറഞ്ഞ ഒരു ചാർട്ട് ഉണ്ട്. അതിൽ അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന
സർവീസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. അഖിലേന്ത്യാ സർവീസ് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് അഖിലേന്ത്യാ സർവീസ്. അത് കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ ഒക്കെയാണ് നിയമിക്കപ്പെടുന്നത്. ഈ അഖിലേന്ത്യാ സർവീസിലൂടെ ആളുകളെ തെരഞ്ഞെടുത്തിട്ട് ഒന്നുകിൽ കേന്ദ്ര സർവീസിൽ നിയമിക്കും അല്ലെങ്കിൽ സംസ്ഥാന സർവീസിൽ നിയമിക്കപ്പെടും. അതിന് ഉദാഹരണമാണ് നമ്മുടെ IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസ്, IPS, ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പൊ IAS, IPS ഇവയൊക്കെയാണ് അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണം. ഇനി രണ്ടാമത്തെയാണ് കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, ദേശീയ തലത്തിൽ തന്നെയാണ് ഈ കേന്ദ്ര സർവീസും തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലാണ് നിയമിക്കപ്പെട്ടുള്ളൂ. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ മാത്രമാണ് നിയമിക്കുകയുള്ളൂ. മൂന്നാമത്തെയാണ് സംസ്ഥാന സർവീസ്. സംസ്ഥാന സർവീസ് അത് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. ഇത് തന്നെയുണ്ട് സംസ്ഥാന സർവീസ് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. കേന്ദ്രത്തിലേക്കോ അപ്രദേശ തലത്തിലേക്കോ ഒന്നും പോകില്ല. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ മാത്രം നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. അപ്പൊ ഇത്തരത്തിലാണ് ഇന്ത്യൻ സിവിൽ സർവീസ് മൂന്നായി തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് അഖിലേന്ത്യാ സർവീസ്, അത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കും. എന്നിട്ട് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കും. IAS, IPS ഒക്കെ അതിന് ഉദാഹരണമാണ്. രണ്ടാമത്തെയാണ് കേന്ദ്ര സർവീസ്, അത് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുക. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുക. ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും അതിന് ഉദാഹരണമാണ്. മൂന്നാമത്തെയാണ് സംസ്ഥാന സർവീസ്, അത് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുകയും സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യും. അതിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസേഴ്സ്. ഇത്തരത്തില് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. UPSC എന്ന് പറയും, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നേരത്തെ നമ്മൾ KPSC പറഞ്ഞു, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പറഞ്ഞു. ഇവിടെ പറയുന്നത് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ സംസ്ഥാനമല്ല കേന്ദ്രത്തിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓർത്തുവെക്കുക, UPSC. ഈ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. UPSC കമ്മീഷന്റെ അതിന്റെ ചെയർമാനെയും അതേപോലെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. യോഗ്യത തന്നെയാണ് അവിടെയും മാനദണ്ഡം. ഈ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. UPSCയിൽ അതിന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. PSCയിൽ അതിന്റെ ചെയർമാനെയും അതിന്റെ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. UPSC ആണെങ്കിലും PSC ആണെങ്കിലും എന്താണ്? നമ്മുടെ ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പേര് വിളിക്കാം, അല്ലെ? നമ്മുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് UPSCയും PSCയും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പേര് വിളിക്കാം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായ ശ്രേണീപരമായ സംഘാടനം. നേരത്തെ പറഞ്ഞു, ഏറ്റവും മേലെ തട്ടിൽ ഒരാള്, അതിന് താഴെ കുറെ ആളായിട്ട് വരുന്നതാണ് ശ്രേണീപരമായ സംഘാടനം എന്ന് നമ്മൾ പറഞ്ഞു. ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായ ഈ ശ്രേണീപരമായ സംഘാടനം ഭരണതലത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ എന്തെല്ലാമൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏതാനും കുറച്ച് കാലം ഭരണ നവീകരണം, അതേപോലെ നമ്മുടെ വിവരാവകാശ നിയമം പോലെയുള്ള ചില കാര്യങ്ങൾ. അതെന്തിനാണ്? ഉദ്യോഗസ്ഥത്തിന്റെ പ്രധാന സവിശേഷതയായ ആ നേരത്തെ പറഞ്ഞ ശ്രേണിപരമായ സംഘടന. അത് നമ്മൾ താഴെ തട്ടിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ മേലോട് ചോദിക്കണം, അയാൾക്ക് അയാളെ മേലെ ചോദിക്കണം, അയാൾക്ക് അയാളെ മേലെ, അങ്ങനെ പോയി ഏറ്റവും അവസാനത്തെ ആ തീരുമാനം എടുക്കാം. താഴെ തട്ടിലുള്ള ആൾക്ക് ഒരിക്കലും നേരെ ഏറ്റവും മേലുള്ള ആളോട് ഇത് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒന്നും തുടങ്ങി മേലേക്ക് പോയി വരുമ്പോൾ എന്താണ്? കാലതാമസം നേരിട്ടാണ്, അല്ലെ? അപ്പൊ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്തിനുള്ളിൽ അവർക്ക് ആവശ്യമായ സേവനം കിട്ടാതെ പലപ്പോഴും വരുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി, ലഭിച്ച
ലഭിച്ചാൽ പോരാ, എളുപ്പത്തിൽ ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് ചില നടപടികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഈ പൊതുഭരണം എന്നുള്ള ഭാഗത്തിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. വളരെ ചെറിയ 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 കാര്യങ്ങളാണ് പറയുന്നത്. UPSC BSc അതൊക്കെ ശരിക്കും പഠിച്ചാൽ മതി, വാക്കുകൾ പഠിച്ചാൽ മതി. പക്ഷെ വളരെ ചെറിയ കാര്യങ്ങൾ, അത്രയും കുറച്ചാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ, അതൊന്ന് ഭരണ നവീകരണമാണ്. അതാണ് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വളരെ ചെറിയൊരു പാഠമാണ്, നല്ല രൂപത്തിൽ വായിച്ച് പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ.